ഇന്ത്യൻ റെയിൽവേ ഞെട്ടിച്ച ശ്രീകൃഷ്ണന്റെ കഥ അറിയാമോ? വർഷം 1960. രാജസ്ഥാനിലെ വളരെ പ്രസിദ്ധമായ നഗരമായിരുന്നു മെർത്ത നഗരം. ഈ നഗരത്തിൽ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അവിടെ ആകെ ഒരു ട്രെയിൻ മാത്രമാണ് നിർത്തിയിരുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമഭക്തനായ ഗുരുശരൻ ഒരു ഗാർഡ് ആയി ജോലി ചെയ്തിരുന്നു. നിത്യവും ആ ഭക്തൻ അടുത്തുള്ള ചാർഭുജ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭഗവാനോടുള്ള ഭക്തി എല്ലാവർക്കും അറിയാമായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ പൂജ സമയം കണക്കിലെടുത്ത് ജോലി സമയം അവർ ക്രമീകരിച്ചു കൊടുത്തിരുന്നു. അതിനാൽ ജോലി സമയം ഗുരുശരണിന്റെ പൂജയ്ക്ക് ശേഷമായിരുന്നു നൽകപ്പെട്ടിരുന്നത്. ഹരിപ്രസാദ് എന്ന വ്യക്തിയായിരുന്നു ഈ സമയം അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നത്. എന്നാൽ പിന്നീട് ഇദ്ദേഹത്തിന് സ്ഥലമാറ്റം ലഭിച്ചു. പുതിയ സ്റ്റേഷൻ മാസ്റ്റർ അവിടെ ജോലിയിൽ പ്രവേശിച്ചു. പുതിയ സ്റ്റേഷൻ മാസ്റ്ററിന് ആ സ്റ്റേഷനിലെ ജോലിക്കാരെ അധികം പരിചയം ഉണ്ടായിരുന്നില്ല. അതിനാൽ അദ്ദേഹം ഗുരുശരണിന്റെ ജോലി സമയം മാറ്റി. അദ്ദേഹം അറിയാതെ ഗുരുശരണിന് അദ്ദേഹത്തിന്റെ പൂജ സമയത്ത് ജോലി നൽകി. ഈ കാരണത്താൽ തന്റെ ഭഗവാൻ പൂജ ചെയ്യുവാൻ ഗുരുശരണിന് സാധിക്കില്ലായിരുന്നു. ഇതറിഞ്ഞ ഗുരുശരൺ സ്റ്റേഷൻ മാസ്റ്ററെ കണ്ട് തന്റെ ജോലി സമയം മാറ്റുവാൻ അപേക്ഷിച്ചു. എന്നാൽ ഗുരുശരണിന്റെ ഭക്തിയെക്കുറിച്ച് അറിയാതിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ ഗുരുശരണിന്റെ ജോലി സമയം മാറ്റുവാൻ തയ്യാറായില്ല. ഗുരുശരണിനെ കളിയാക്കുന്ന വിധം അദ്ദേഹം പറഞ്ഞു, തന്റെ ഭക്തിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നവർ ജോലി വേണ്ട എന്ന് വച്ചേക്കൂ. വിഷമത്തോടെ അവിടെ നിന്നും നടന്നു നീങ്ങിയ ഗുരുശരൺ ശ്രീകൃഷ്ണനെ വിളിച്ചു കരഞ്ഞു. പിറ്റേന്ന് ഗുരുശരൺ തന്റെ സാധാരണ ഉള്ള ജോലി സമയത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പൂജ കഴിഞ്ഞ ശേഷം പഴയ ജോലി സമയത്തിലാണ് എത്തിയത്. പുതിയ സമയക്രമം അനുസരിച്ച് നേരത്തെ എത്തേണ്ടതായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ എത്തി തന്റെ ഡ്യൂട്ടി ചാർട്ട് അന്വേഷിച്ച ഗുരുശരണിനെ കണ്ട അവിടെ ഉള്ളവർ ഞെട്ടി. ഗുരുശരൺ തന്റെ ജോലി സമയത്ത് കൃത്യമായി വരികയും ഡ്യൂട്ടി ചാർട്ട് വാങ്ങി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു എന്ന് അവർ പറഞ്ഞു. അത്ഭുതം! ഗുരുശരൺ തന്റെ ജോലി സമയത്തിൽ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുകയായിരുന്നു പറഞ്ഞു. എന്നാൽ പിന്നെ ആരാണ് ഗുരുശരണിന്റെ അപരനായി ജോലിക്ക് പ്രവേശിച്ചത് എന്ന് ഉത്തരം കിട്ടാത്ത ചോദ്യമായി നിന്നു. എന്നാൽ ഗുരുശരൺ ചെയ്യേണ്ട ജോലി കൃത്യമായി ചെയ്തിട്ടുമുണ്ട്. ഒടുവിൽ ഗുരുശരൺ തന്നെ ആ സത്യം തിരിച്ചറിഞ്ഞു. അത് വേറെ ആരുമായിരുന്നില്ല, താൻ വിശ്വസിച്ച് പൂജിക്കുന്ന തന്റെ ശ്രീകൃഷ്ണൻ ആയിരുന്നു അത്. താൻ അവിടെ ഭഗവാനെ പൂജ ചെയ്യുമ്പോൾ തന്റെ ജോലിയിൽ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ സ്വയം ഭഗവാൻ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ജോലി ചെയ്തു. തന്റെ ഭക്തനോടുള്ള ഭക്തിവാത്സല്യം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. മറ്റൊന്നും ആലോചിക്കാതെ ഗുരുശരൺ തന്റെ ജോലി രാജിവച്ചു. സ്റ്റേഷൻ മാസ്റ്ററും മറ്റുള്ളവരും തീരുമാനം മാറ്റുവാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. ശിഷ്ടകാലം ക്ഷേത്രത്തിൽ ഭഗവാനെ പൂജിച്ച്